ലൈൻ ആർഗ്യുമെൻറ്റ്സ് ഇൻ സി. ഓക്കെ, അപ്പോൾ പേര് പറയുന്ന പോലെ തന്നെ കമൻഡ് ലൈൻ, അതായത് കമൻറ്റിലൂടെ നമുക്ക് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്തിട്ട് അതല്ലെങ്കിൽ ഇൻപുട്ടുകൾ പാസ് ചെയ്തിട്ട് റൺ ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ കമൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുക. സോ കമൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് അലോ യൂസേഴ്സ് ടു പാസ് ഇൻപുട്ട് വാല്യൂസ് ടു സി പ്രോഗ്രാം അറ്റ് റൺ ടൈം വിയ ടെർമിനൽ ഓർ ദ കമൻഡ് പ്രോമിറ്റ്. ഓക്കെ, ഇത് റണ്ണ് ചെയ്തതിന് ശേഷം, അതായത് നമ്മളൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് അത് റണ്ണ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഇൻപുട്ടുകൾ കമൻഡ് ലൈനിലൂടെ കൊടുത്ത് അതിന് ആവശ്യമുള്ള ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കമൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുക. സോ ഇതുകൊണ്ട് നമുക്ക് മെയിനായിട്ട് ഹെൽപ്ഫുൾ എന്താണെന്ന് വെച്ചാൽ മാനുവലി നമുക്ക് ഇൻപുട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഓരോ തവണയും നമുക്ക് ആ ഇൻപുട്ട് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാമിൽ പോയി ചേഞ്ച് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ എത്ര തവണ വേണമെങ്കിലും ഇൻപുട്ടുകൾ ചേഞ്ച് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. ഓക്കെ, അതാണ് കമൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ നമുക്കൊരു പ്രോഗ്രാം നോക്കാം, ഇതിനകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ബിഫോർ ഒരു പ്രോഗ്രാമിന് പോകുന്നതിന് മുമ്പ് എങ്ങനെയാണ് കമൻഡ് ലൈൻസ് വർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടും ഈ കമൻഡ് ലൈൻ കൊടുക്കുന്ന നമ്മൾ പറഞ്ഞല്ലോ, ഈ ആർഗ്യുമെൻറ്റ്സ് നമ്മൾ എവിടെയാണ് സെറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഫംഗ്ഷൻ്റെ അകത്താണ്. Okay, in C, the command line arguments are handled using the main functions parameters. അപ്പോൾ ഇതിനകത്ത് നോക്കിയൊരു സിൻടാക്സ് തന്നിട്ടുണ്ട്, ഇൻറ്റ് മെയിൻ ബ്രാക്കറ്റിനകത്ത് ഇൻറ്റ് ആർഗ് സി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആർഗ് സി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർഗ്യുമെൻറ്റ് കൗണ്ട്. ദെൻ കോമ ക്യാർ സ്റ്റാർ ആർഗ് വി എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, അതായത് ആർഗ്യുമെൻറ്റ് വെക്ടർ എന്നാണ്, അതൊരു അറേ ആയിരിക്കും കേട്ടോ. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ബേസിക്കലി സിൻടാക്സ് ഉണ്ടാവും. എല്ലാ പ്രോഗ്രാമിനും ഇതുപോലെ തന്നെ ആയിരിക്കും, ഒരു ആർഗ് സിയും ഉണ്ടാവും, ഒരു ആർഗ് വിയും ഉണ്ടാവും. സോ ആർഗ് സി എന്ന് പറയുന്നത് എത്ര തവണ ആർഗ്യുമെൻറ്റ്സ് നിങ്ങൾ പാസ്സാക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അതായത് നിങ്ങൾ എത്ര തവണ ആ ഇൻപുട്ടുകൾ കൊടുക്കേണ്ടത് എന്നുള്ളത് ഉണ്ടാവുമല്ലോ, ഇൻക്ലൂഡിങ് ദ പ്രോഗ്രാമിംഗ് നെയിംസ്. അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, പ്രോഗ്രാമിൻ്റെ നെയിമും കൂടെ ഇത് കൗണ്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആർഗ്യുമെൻറ്റ് കൗണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആർഗ്യുമെൻറ്റ് കൗണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ 3 ആണ് കൊടുക്കണമെന്ന് ഉദ്ദേശിക്കണമെന്ന് വിചാരിക്കാം. സോ 3 കൊടുക്കുമ്പോൾ ആദ്യത്തെ ആർഗ്യുമെൻറ്റ് എൻ്റെ പ്രോഗ്രാമിൻ്റെ പേര് ഞാൻ ടൈപ്പ് ചെയ്യണം. ഓക്കെ, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റിലായിരിക്കും ഞാൻ എന്താണ് ഡാറ്റ കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ 2 3 മൂന്നാമത്തത് നെക്സ്റ്റ് ഡാറ്റ, അങ്ങനെ ആയിരിക്കും ഇത് കൗണ്ട് ചെയ്തെടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് ആർഗ്യുമെൻറ്റ് വി. ആർഗ്യുമെൻറ്റ് വി എന്ന് പറയുന്നത് ആർഗ്യുമെൻറ്റ് വെക്ടർ. ആർഗ്യുമെൻറ്റ് വെക്ടർ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സിൻ്റെ ഒരു അറേനെയാണ് നമ്മൾ ആർഗ്യുമെൻറ്റ് വെക്ടേഴ്സ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഓരോ ആർഗ്യുമെൻറ്റിനകത്തും നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടർ പോയിൻറ്റേഴ്സിനെയാണ് നമ്മൾ ആർഗ്യുമെൻറ്റ് വെക്ടറിനകത്ത് സ്റ്റോർ ചെയ്യണത്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ പ്രോഗ്രാംസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു എക്സാമ്പിൾ പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്, പ്രോഗ്രാം ടു പ്രിൻറ്റ് കമൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ കമൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. ഇതിനകത്ത് #include stdio.h എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ദെൻ ഞാൻ പറഞ്ഞു നമ്മൾ ആർഗ്യുമെൻറ്റുകൾ ഏതിലാണ്, മെയിൻ ഫംഗ്ഷനകത്താണ് സെറ്റ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ഇൻറ്റ് മെയിൻ എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് ഇൻറ്റ് ആർഗ് സി കോമ ക്യാർ സ്റ്റാർ ആർഗ് ബി എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 എണ്ണം കൊടുത്തു. അത് അതുപോലെ കൊടുക്കണേ, തെറ്റിക്കരുത്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ദെൻ ബ്രേസസ് ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രിൻ്റ് എഫിനകത്ത് അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ആണ്. നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് കോമ എന്ന് ARGC. അപ്പോൾ ഈ ARGC എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ആർഗ്യുമെൻറ്റ് കൗണ്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്. അപ്പം എന്നോട് ആദ്യം അവർ ചോദിക്കുകയാണ് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ ഞാൻ പറയണം 3 ആണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ 4 ആണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ നമ്പർ ഞാൻ കീബോർഡിൽ ടൈപ്പ് ചെയ്തു. അതിനുശേഷം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ കൊടുക്കുന്ന ഓരോ ആർഗ്യുമെൻറ്റ്സ് എപ്പോഴും 0 എന്നായിരിക്കും തുടങ്ങുക. 0 1 2 3 4 മൊത്തം ഞാൻ 4 എന്നല്ലേ പറഞ്ഞു, അപ്പോൾ 0 1 2 3 എന്നായിരിക്കും. അപ്പോൾ 4 ആർഗ്യുമെൻറ്റ്സ്. ഇത് ഓരോന്നായിട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഫോർ ലൂപ്പ് കൊടുത്തിരിക്കുന്നത്. 4 × i = 0 0 എന്ന് തുടങ്ങിയിട്ട് ആർഗ്യുമെൻറ്റ് സി എത്രയാണോ നമ്മൾ ഏറ്റവും ആർഗ്യുമെൻറ്റ് സി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ 4 ആണ് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ആ 4 എത്തുന്നത് വരയ്ക്കും ഓരോന്നായിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുക. ആ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് ഫോർ ലൂപ്പിനകത്ത് എന്താ കൊടുത്തിരിക്കുന്നത്, പ്രിൻ്റ് ഓഫ് ആർഗ്യുമെൻറ്റ് എന്നിട്ട് i, ആർഗ് വി ഓഫ് i എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന ഓരോ ആർഗ്യുമെൻറ്റിൽ ഞാൻ ആർഗ് വി ഓൾറെഡി നമ്മൾ പറഞ്ഞു അതൊരു ക്യാരക്ടർ പോയിൻ്ററാണ്. അതായത് ഞാൻ കൊടുക്കുന്ന ഓരോ ആർഗ്യുമെൻറ്റിനകത്ത് നമ്മളൊരു ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മൾ ഓരോ ഡാറ്റാസ് നമ്മൾ ഇൻസേർട്ട് ചെയ്യണമല്ലോ, അതെല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ വെക്ടറിനകത്താണ്. അപ്പോൾ ഈ വെക്ടറിനകത്ത് ഇത് വന്ന് ഈ ഒരു അറേക്കകത്ത് ഇതെല്ലാം 1 by 1 ആയിട്ട് ഇത് സ്റ്റോർ ആയിക്കോളും. ഓക്കെ, റിട്ടേൺ 0 ക്ലോസ് ചെയ്യുക. ഇതാണ് ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാം. ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കിയേ. അപ്പോൾ എന്നോട് ആദ്യം ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് കൊടുക്കാനാണ്. അപ്പോൾ ഞാനവിടെ 4 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഞാൻ ഫസ്റ്റേ പറഞ്ഞു
അറ്റ്ലീസ്റ്റ് ഒരു ആർഗ്യുമെൻറ്റെങ്കിലും ഓട്ടോമാറ്റിക്കലി അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ ആർഗ്യുമെൻറ്റ്സ് കൊടുത്തില്ലെങ്കിൽ തന്നെ ഒരു ആർഗ്യുമെൻറ്റ്, പക്ഷേ ആ ആർഗ്യുമെൻറ്റിൽ ആദ്യം എപ്പോഴും പ്രോഗ്രാമിൻ്റെ നെയിം കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ആർഗ്യുമെൻറ്റ് 0 എന്ന് പറയുന്നത് ഇവിടെ ./program എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാനൊരു പേര് കൊടുത്തുന്നേ ഉള്ളൂ. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാം സേവ് ചെയ്യുന്നതിൻ്റെ ഏതാണോ പേര് .exe എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, രണ്ടും ശരിയാണ്. ഇങ്ങനെയും കൊടുക്കാം നമുക്ക് പ്രോഗ്രാമിൻ്റെ പേര്, അതല്ലെങ്കിൽ .exe എന്ന് പറഞ്ഞു കൊടുത്താലും പ്രോഗ്രാമിൻ്റെ പേര്. എന്തായാലും പ്രോഗ്രാമിൻ്റെ പേര് കൊടുക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായിരിക്കും നമ്മൾ ആദ്യം കൊടുക്കേണ്ട ആർഗ്യുമെൻറ്റ്. ദെൻ ആർഗ്യുമെൻറ്റ് 1-നകത്ത് ഞാൻ പറഞ്ഞില്ലേ, ആർഗ്യുവിക്കകത്ത് എന്താണ് നമ്മൾ ക്യാരക്ടേഴ്സ് ആണ് കൊടുക്കുക എന്ന് പറഞ്ഞു അല്ലേ, ക്യാരക്ടർ പോയിന്റേഴ്സ് അല്ലേ നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ക്യാരക്ടർ നമ്മൾ കൊടുത്തു. ദെൻ ആർഗ്യുമെൻറ്റ് 2 എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമുക്ക് വേൾഡ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കും. ആർഗ്യുമെൻറ്റ് 3 എന്ന് പറയുന്നത് നമ്മൾ 1 2 3 എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ടായിരിക്കും ആർഗ്യുമെൻറ്റ് ബി അതിനകത്ത് റീഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഞാൻ വീണ്ടും ഇതേ പ്രോഗ്രാമിൽ ഞാൻ വിചാരിക്കണം എനിക്കൊരു 3 ആർഗ്യുമെൻറ്റ്സ് കൊടുത്താൽ മതി എന്നിട്ട് ഞാൻ വീണ്ടും എനിക്ക് വേണമെങ്കിൽ ഒന്നും പ്രോഗ്രാമിൽ ടച്ച് ചെയ്യാതെ തന്നെ എനിക്ക് വീണ്ടും റൺ ചെയ്തിട്ട് വീണ്ടും എനിക്ക് ഇൻപുട്ടിനെ ചേഞ്ച് ചെയ്തിട്ട് എനിക്ക് ഓരോ തവണയും പ്രോഗ്രാമിനെ റൺ ചെയ്തെടുക്കാൻ കഴിയും. അതാണ് പ്രിന്റ് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സിൻ്റെ പ്രത്യേകത. പ്രീവിയസ് പ്രോഗ്രാംസിലൊക്കെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി പ്രോഗ്രാമിൽ സെറ്റ് ചെയ്തിട്ടാണ് അതിനെ റൺ ചെയ്തെടുത്തിരിക്കുന്നത് അല്ലേ. ഈ ഒരു കേസിൽ പ്രോഗ്രാം എല്ലാവർക്കും കോമൺ ആയിരിക്കും, പക്ഷേ ഇൻപുട്ട് കൊടുക്കുന്നത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ കൊടുത്ത് നമുക്ക് അതിനെ എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഓക്കെ, അതാണ് പ്രിന്റ് കമാൻഡ് ലൈൻ. ഇനി മറ്റൊരു പ്രോഗ്രാം കൂടെ നോക്കാം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രോഗ്രാമാണ്. ഇത് സ്ട്രിങ്ങുകൾ പാസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് കേട്ടോ. കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് ആർ പാസ്ഡ് ആസ് സ്ട്രിങ്സ്. ടു യൂസ് ദം ആസ് നമ്പേഴ്സ് ദേ മേ ബി കൺവേർട്ടഡ് ടു ഫങ്ഷൻസ് ലൈക്ക് ATOI. അതായത് നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ്ങിനെ ATOI എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രിങ്ങിനെ നമ്മൾ ഇൻറ്റിജർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് A to I എന്ന് പറയുന്നത്. ഓക്കെ, ഓർ A to F, അതായത് നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ്ങിനെ ഫ്ലോട്ട് ആയിട്ട് കൺവേർട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഇത്. ഓക്കെ, ഇതൊരു പുതിയ ടേമാണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ദെൻ ഇവിടെ നമുക്ക് സം ഓഫ് 2 നമ്പേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ, യൂസിങ് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ്. ഇങ്ങനെ തന്നെ ചിലപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ഫൈൻഡ് ദ സം ഓഫ് 2 നമ്പേഴ്സ് യൂസിങ് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ പ്രോഗ്രാമാണ് എഴുതേണ്ടത്. അപ്പോൾ #include stdio.h #include standard library.h. ഓക്കെ, ഈ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഇതുവരെ നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ്. ഇത് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ കൺവേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകൾ നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസ് നമുക്ക് ക്യാരക്ടർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷമായിരിക്കണം ഇത് ഔട്ട്പുട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ ARGB എന്ന് പറയുന്നത് ക്യാരക്ടർ പോയിന്റേഴ്സ് ആണ്. അതായത് അതൊരു ക്യാരക്ടർ ആയിട്ടായിരിക്കും അത് കൺസിഡർ ചെയ്യുക. പക്ഷെ നമ്മുടെ പ്രോഗ്രാമിന് ഇത് ക്യാരക്ടറായിട്ട് കൺസിഡർ ചെയ്താൽ പോരാ. കാരണം നമുക്ക് 2 നമ്പറുകളുടെ സമ്മായിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ 2 നമ്പറിൻ്റെ സമ്മ് കിട്ടണമെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റ ഓൾറെഡി ക്യാരക്ടറാണ്, പക്ഷെ അത് നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു ആവശ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളിവിടെ സ്റ്റാൻഡേർഡ് library.h എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലൈബ്രറി ഫയൽ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ നെക്സ്റ്റ് ഇൻറ്റ് മെയിൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇൻറ്റ് മെയിനകത്ത് നമുക്കറിയാം, ഇൻറ്റ് മെയിനകത്ത് എന്താ കൊടുക്കുന്നത്, ഇൻറ്റ് ARGC, char സ്റ്റാർ ARGB എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ARGC എന്ന് പറയുന്നത് നമുക്കറിയാം ആർഗ്യുമെൻറ്റ്, എത്ര ആർഗ്യുമെൻറ്റിൻ്റെ കൗണ്ട് വേണം എന്നുള്ളത് ഫിക്സ് ചെയ്യാനാണ് നമ്മൾ ARGC എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ദെൻ char സ്റ്റാർ ARGB എന്ന് പറഞ്ഞിട്ടുള്ള അറേയും കൂടെ നമ്മൾ അതിനകത്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആ അറേക്കകത്ത് എന്തായിരിക്കും, പോയിന്റേഴ്സ്, ക്യാരക്ടർ പോയിന്റേഴ്സ് സ്റ്റോർ ചെയ്യാനുള്ള അറേയാണ് അതിനകത്ത്. അപ്പോൾ ഇതെല്ലാം ഇൻറ്റ് മെയിനിലാണ് കൊടുക്കേണ്ടതെന്നുള്ളത് മറക്കരുത്. ദെൻ ബ്രേസസ് ഓപ്പൺ ചെയ്യുക. പിന്നെ നമ്മളിവിടെ ഒരു കണ്ടീഷൻ കൊടുക്കുന്നുണ്ട്, ഇഫ് ആർഗ്യുമെൻറ്റ് നോട്ട് ഈക്വൽ ടു 3, അത് 3 അല്ലെങ്കിൽ എറർ ഇൻ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അത് 3 അല്ലെങ്കിൽ അത് എറർ ഇൻ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ് കൊടുക്കണം. റിട്ടേൺ 1 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു, ബ്രേസസ് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ കൊടുത്തു. ഇനി നമ്മളിവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇൻറ്റ് നമുക്കിനി ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ, നമുക്ക് എന്ത് വേണം, ആഡ് ചെയ്യണമല്ലോ അല്ലേ. അപ്പോൾ അതിന് ഫോർമുല സെറ്റ് ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ഇൻറ്റിജർ നമ്പർ 1, ആദ്യത്തെ വരുന്ന നമ്പർ 1 എന്ന് പറയുന്നത് A to I, അതായത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന A എന്ന് പറഞ്ഞിട്ടുള്ള ഇൻറ്റിജർ I എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ I എന്ന് പറഞ്ഞിട്ടുള്ള ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട്, ആ കൺവേർട്ട് ചെയ്യേണ്ടത് എന്ത് വാല്യൂ ആണ് കൺവേർട്ട് ചെയ്യേണ്ടത്, ആർഗ്യുമെൻറ്റ് V(1) എന്ന് പറഞ്ഞ് ഫസ്റ്റ് കൗണ്ടറിൽ വരുന്ന ആ വാല്യൂ 1ലാണ് വരേണ്ടത് കേട്ടോ, നോട്ട് 0. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ മുന്നേ പറഞ്ഞു ആർഗ്യുമെൻറ്റ് എപ്പോഴും 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യാന്ന്. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് 1 എന്ന് കൊടുക്കുന്നു, 0ക്കകത്ത് എന്തായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക, പ്രോഗ്രാമിൻ്റെ നെയിം ആയിരിക്കും നമ്മൾ ആദ്യത്തെ ആർഗ്യുമെൻറ്റിൽ സ്റ്റോർ ചെയ്യുക. റൈറ്റ് സൈഡ് ഞാൻ ഇവിടെ ഔട്ട്പുട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ, പ്രോഗ്രാമിൻ്റെ നെയിമാണ് ആദ്യത്തെ
ആർഗ്യുമെൻറ്റിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളത് കൊണ്ട് നമുക്ക് രണ്ടാമത് വരുന്ന വാല്യൂ, അതായത് ആർഗ്യുമെൻറ്റ് ഓഫ് 1-നകത്ത് വരുന്ന വാല്യൂ ആണ് നമുക്കിവിടെ നമ്പർ 1-ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, ആർഗ്യുമെൻറ്റ് v ഓഫ് 1, അതായത് ആർഗ്യുമെൻറ്റ് 1-ൽ എന്താണോ കൊടുക്കുന്നത് അത് ഒരു സ്ട്രിങ് ആയിരിക്കുമല്ലോ, ആ സ്ട്രിങ്ങിനെ കൺവേർട്ട് ചെയ്ത് ഇൻറ്റിജർ ആക്കി മാറ്റും. എന്നിട്ട് ആ ഇൻറ്റിജർ വാല്യൂ നിങ്ങൾ ഇൻറ്റ് num1-ൽ വന്ന് സ്റ്റോർ ചെയ്യൂ. ഇതാണ് നമ്മൾ കൊടുക്കുന്ന കാര്യം. അതേപോലെ തന്നെയാണ് ഇൻറ്റ് num2 എന്ന് പറയുന്നത്. ഇൻറ്റ് num2 വിച്ച് ഈസ് ഈക്വൽ ടു ആ കൊടുക്കുന്ന വാല്യൂ a t ഓഫ് i എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അല്ലേ, 2i എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, വിച്ച് ഈസ് ആർഗ്യുമെൻറ്റ് ഓഫ് 2. അപ്പോൾ 2-ക്കകത്ത് എന്ത് ആർഗ്യുമെൻറ്റ് വാല്യൂ ആണോ നിങ്ങൾ കൊടുക്കുന്നത് അത് num2-ൽ വന്ന് സ്റ്റോർ ചെയ്യൂ. അതിനുശേഷം ഇൻറ്റ് സം എന്ന് പറയുന്നുണ്ട്. ഇൻറ്റ് സം വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി സമ്മിനകത്ത് എന്താ ചെയ്യേണ്ടത്, num1 പ്ലസ് num2. അപ്പം നമ്പർ 1 പ്ലസ് നമ്പർ 2 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തതിന് ശേഷം സമ്മിനകത്തോട്ട് നമ്മൾ സ്റ്റോർ ചെയ്യണം. അതിനുശേഷം ആ സമ്മിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ടിനകത്ത് ഉണ്ടാവേണ്ടത്. ദെൻ റിട്ടേൺ 0. അപ്പോൾ ഇത്രയും കാര്യമാണ് ഒരു പ്രോഗ്രാമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് റൺ ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ് ഓൾറെഡി നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, ആർഗ്യുമെൻറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് 3 അല്ലെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യേണ്ടുള്ളൂ. ഇവിടെ നമ്മൾ 3-ൽ കൂടുതൽ ഒരു 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർഗ്യുമെൻറ്റ് കൊടുത്തു എന്ന് കരുതാം. സോ ഡോട്ട് എ ഡോട്ട് ഔട്ട് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഒരു പേര്, ജസ്റ്റ് ഒരു പേര് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. ദെൻ അതാണ് നമ്മുടെ 0 എന്നുള്ള ആർഗ്യുമെൻറ്റ് 0-ക്കകത്ത് ഇതായിരിക്കും വരിക. ദെൻ നമ്മൾ ആർഗ്യുമെൻറ്റ് 1-നകത്ത് ഞാൻ 8 എന്ന് കൊടുത്തിട്ടുണ്ട്, ആർഗ്യുമെൻറ്റ് 2-നകത്ത് 12 എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 8 പ്ലസ് 12 ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 8 പ്ലസ് 12 എന്ന് പറയുമ്പോൾ നമുക്ക് 20 എന്നുള്ളതായിരിക്കും ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ഓക്കെ, സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ അത് അതുപോലെ പഠിക്കുക കേട്ടോ. അടുത്തത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് ദ കമാൻഡ് ലൈൻസ് ബേസിക്കലി ഇതൊരു ഡൈനാമിക് ഇൻപുട്ടാണ്. ഡൈനാമിക് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക്, ഞാൻ മുന്നേ പറഞ്ഞു, കോഡിന് യാതൊരു വിധത്തിലുള്ള മോഡിഫിക്കേഷൻ്റെയും ആവശ്യമില്ല. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻപുട്ടുകൾ കൊടുത്തിട്ട് അതിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഡൈനാമിക് ഇൻപുട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഓട്ടോമേഷൻ. ഓട്ടോമേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈസിലി യൂസ്ഡ് ഇൻ സ്ക്രിപ്റ്റ്സ് ഓർ ബാച്ച് പ്രോസസ്സിംഗ്. അതായത് സ്ക്രിപ്റ്റുകൾ, അതായത് സ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്, ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ ആ സ്ക്രിപ്റ്റുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ലൈനിലൂടെ കൊടുക്കുന്ന സീഷെൽ എന്നൊക്കെ പറയുന്ന പോലത്തെ കുറച്ച് സ്ക്രിപ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. ഇതിനകത്തൊക്കെ ഇത് ഈസി ആയിട്ട് തന്നെ ഹെൽപ്ഫുള്ളാണ് ഈ ഓട്ടോമേഷൻ. അതായത് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്ര ഇൻപുട്ട് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നോ ഹാർഡ് കോഡഡ് വാല്യൂസ്. സോ നോ ഹാർഡ് കോഡഡ് വാല്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രീഫിക്സ് ആയിട്ട് തന്നെ ആ കോഡിനകത്ത് നമുക്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതുകൊണ്ട് എന്താണ്, ഈസി ആയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് നമ്മുടെ യൂസേഴ്സിന് ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എപ്പോഴും ആർഗ്യുമെൻറ്റ് സി വാല്യൂ എന്ന് പറയുന്നത് ഡിഫോൾട്ട് ആയിട്ട് തന്നെ അറ്റ്ലീസ്റ്റ് 1 ആയിട്ട് അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് പ്രോഗ്രാമിൻ്റെ നെയിമെങ്കിലും നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് അതിനകത്ത് കൊടുക്കണം. ദെൻ ആർഗ്യുമെൻറ്റ്സ് ആർ സ്റ്റോർഡ് ആസ് എ സ്ട്രിങ്. നീഡ് ടു കൺവേർഷൻ ഫോർ അരിത്തമെറ്റിക് ഓപ്പറേഷൻ. നമ്മളൊരു രണ്ടാമത്തെ പ്രോഗ്രാമിൽ കണ്ടില്ലേ, ആർഗ്യുമെൻറ്റ്സ് എപ്പോഴും സ്ട്രിങ്ങുകളുടെ രൂപത്തിലായിരിക്കും അത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഇതിപ്പോൾ ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷനാണ് നമുക്ക് പെർഫോം ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും A2 ഓഫ് I എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടില്ലേ, അതുപോലെ കൺവേർട്ട് ചെയ്തെടുത്തിട്ട് മാത്രമായിരിക്കും നമുക്ക് ആ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഇത് എറർ ഹാൻഡ്ലിങ്ങിന് വളരെയധികം എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ,